അമേരിക്കയുടെ ഇടപെടലോടുകൂടി ഇസ്രായേലും പലസ്തീനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് പിന്നാലെ പുതിയ ജൂതരാഷ്ട്രം വരുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ പുതിയ ജൂതരാഷ്ട്രം വരുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം കൂടിക്കൂടി വരുന്നതുകൊണ്ട് തന്നെ അമേരിക്ക ഇടപെട്ട് ഒരു വെടിനിർത്തൽ കരാർ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ അടുത്തത് പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനോട് യോജിക്കുന്നു. ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, ഹമാസുമായിട്ട് ചർച്ച ചെയ്തിട്ട് പറയാം. ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബന്ദികളെ വിട്ടുതരണം. കാരണം ബെഞ്ചമിൻ നെതന്യാഹു ഈ ബന്ദികളുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു അമേരിക്ക ഇടപെട്ട് നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്, ബന്ദികളെ വിട്ടു നൽകാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 60 ദിവസത്തെ വെടിനിർത്തലാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 10 ബന്ദികളെ 2 ഘട്ടങ്ങളായി വിട്ടയക്കും. കൂടാതെ 18 പേർ കൊല്ലപ്പെട്ടുണ്ട്, അവരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകും. ഇതാണ് കരാർ. പക്ഷേ ഹമാസ് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഹമാസ് പറയുന്നു ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തട്ടെ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയുന്നു. അപ്പോൾ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ്, ഇസ്രായേലിൻ്റെ, അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ഒരു നിലപാടുമായിട്ട് ഹമാസ് പോവുകയാണെങ്കിൽ ഹമാസിൻ്റെ സമ്പൂർണ്ണമായ നശീകരണം, ഹമാസിനെ സമ്പൂർണ്ണമായിട്ട് തുടച്ചു നീക്കും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെയാണോ ഗസയിൽ ഞങ്ങൾ അറ്റാക്ക് നടത്തുന്നത് അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹമാസ് ഇതിനകത്തൊരു തീരുമാനം പറയട്ടെ. അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം അവിടേക്ക് പോകുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കര, വ്യോമ, നാവിക സേനയുടെയൊക്കെ പിന്തുണയും ഉണ്ടാകും. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ കാറ്റ്സും അവരുടെ നിലപാടുകൾ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പ്രഖ്യാപനത്തിൽ ഹമാസിന് ഇതിനോട് യോജിക്കാനല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. ഇപ്പോൾ ട്രംപിൻ്റെ പശ്ചിമേഷ്യയിലെ പ്രത്യേക പ്രതിനിധിയുണ്ട്, സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഇതിൻ്റെ ഇടനിലക്കാരൻ. അതുകൊണ്ടാണ് നെതന്യാഹുവുമായി സംസാരിക്കുന്നത്, അയാൾ റെഡിയാണ് എന്ന് പറയുന്നു. പക്ഷേ ഹമാസ് ഇപ്പോഴും ഒരു വേലിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു പണിയാണ്. കാരണം അവരെ തീർത്ത് കളയുന്നത് ഇവർ ഇസ്രായേൽ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല. അങ്ങനെയാണ് ഇവിടെ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക്, അവിടെ ഞങ്ങളൊരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. അതായത് കഴിഞ്ഞ 30 വർഷത്തിനിടെ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ കുടിയേറ്റ വിപുലീകരണ പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം അവിടുത്തെ ഗവൺമെൻറ് ഇതിനെല്ലാം തന്നെ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 22 ജൂത കുടിയേറ്റ സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കും. 22 സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ഒരു സെറ്റിൽമെൻറ്റിൽ തന്നെ 10-100ഓളം വീടുകൾ വരാം. അങ്ങനെ 22ഓളം സെറ്റിൽമെൻറ്റുകൾ അവിടെ സ്ഥാപിച്ചാൽ ഇവിടെ നിന്ന് ഓടിപ്പോയ ഇസ്രായേലികളൊക്കെ തിരിച്ചു വരും. എന്നിട്ട് ഈ വെസ്റ്റ് ബാങ്കും ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ ഹമാസ് തകർന്നു പോകും. ഇതാണ് ഹമാസ് നേരത്തെ പറഞ്ഞത്. കാരണം അവിടുത്തെ ഫുഡ് വിതരണം, വെള്ളം വിതരണം, അതുപോലെ മരുന്ന് വിതരണം, ഇതിലൊക്കെ തന്നെ ഇസ്രായേൽ നിർണായകമായ ഒരു റോൾ എടുത്തു കഴിഞ്ഞു. ഇത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന രൂപീകരിക്കുന്നു. എന്നിട്ട് അമേരിക്കയുടെ സഹകരണത്തോടെ ഇവർക്ക് ഇതെല്ലാം കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു, അവശ്യ വസ്തുക്കൾ. അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയിട്ട് ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്, അവർക്ക് ഇത്ര ദിവസത്തേക്ക് എത്രത്തോളം ഭക്ഷണ സാധനങ്ങൾ വേണം, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യത്തിന് വേണ്ട സാധനങ്ങൾ, ബാത്റൂം, സോപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, അതൊക്കെ കൊടുക്കാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഹമാസോ ഇസ്രായേൽ ജനതയോ ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടി IDF, അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവിടെ റോന്തി വിറ്റുന്നുണ്ട്. മാത്രമല്ല ഈ ക്യാമ്പുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആർമി ടെൻറ്റുകൾക്ക് സമീപമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവർ കുഴപ്പമില്ല, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഹമാസ് അവിടുത്തെ ജനങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അവിടെ ചെന്നിട്ട് ഈ ഫുഡൊക്കെ കൊള്ളയടിക്കണം. ഇത് ഇവരുടെ സ്ഥിരം തന്ത്രമാണ്. ഇത്തരത്തിൽ ഫുഡ് കൊള്ളയടിക്കാൻ വെള്ളമൊക്കെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവിടെ വന്നിട്ട് ആകാശത്തേക്ക് വെടിയുതിർത്തു എന്ന് പറഞ്ഞാൽ ഒരു വാണി അല്ലേ, മുന്നറിയിപ്പ്. അതുകൊണ്ട് ഇവർ ചിതറിയോടിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നേരെ വെടിയുതിർത്തു, 3 പേര് കൊല്ലപ്പെട്ടു, 50ഓളം പേർക്ക് പരിക്കേറ്റു. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഇതാണ് സംഭവം, ഞങ്ങൾ ഇത്തരം നിലപാടെടുക്കുമ്പോൾ ഹമാസ് അതിനകത്തേക്ക് അനാവശ്യമായി വന്നു കയറുന്നത് എന്തുകൊണ്ടാണ്? UN-ൻ്റെ പരോക്ഷമായ സപ്പോർട്ടുണ്ട്. അപ്പോൾ UN പറയുന്നത് ലോക രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവർക്ക് ആഹാരവും വെള്ളവും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് 3 മാസത്തെ ഈ ഒരു നിരോധനത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും സാധനങ്ങളൊക്കെ അങ്ങോട്ട് കടത്തിവിടാനായിട്ട് ഗാസയിലേക്ക് കടന്നു പോകാനൊക്കെ അനുവാദം നൽകിയത്. അപ്പോൾ ഇസ്രായേൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവിടെ ജൂത സെറ്റിൽമെൻറ്റ് കോളനി സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളെ ഒരു ജൂത രാഷ്ട്രം നിർമ്മിച്ച് അവരെ പുനരധിവസിപ്പിക്കുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്ന വാദം തന്നെ ഇല്ലാതാകുമെന്ന് പറഞ്ഞാൽ ദ്വിരാഷ്ട്രവാദത്തിന് ഇനി പ്രസക്തി ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഒരു രാജ്യവും അംഗീകരിക്കാതെ കിടക്കുന്ന ആളുകളാണ് ഈ ജൂതന്മാർ എന്ന് പറയുന്നത്. അവരെ ഓടിക്കുന്ന ഒരു സമീപനമാണ് പല രാജ്യങ്ങളും എടുക്കുന്നത്. ഇപ്പോഴും അവരെ താല്പര്യമില്ലാത്തവരാണ് പലരും എന്ന് പറയുന്നത്. അവരെ ചേർത്ത് പിടിക്കുന്നത് ഇന്ത്യ മാത്രമാണ്. അവരെപ്പോഴും ഈ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവരാണ് ഇസ്രായേലികളെന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നിലനിൽപ്പിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. ആ ജനത അധിനിവേശത്തിലൂടെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നു. അവിടെ 30 വർഷത്തിന് ശേഷം
അവരുടെ സെറ്റിൽമെന്റ് കോളനി വരുന്നു, അതും ജൂതരാഷ്ട്രം. ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ മുഴുവൻ അവിടേക്ക് വരുമ്പോൾ അത് ഇസ്രായേലിന്റെ വലിയൊരു വിജയം തന്നെയാണ്. ഇതുവരെ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കിട്ടുന്ന ഒരു വലിയ തിരിച്ചടി കൂടിയല്ലേ അത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഇപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, സൗദിയുടെ ഒരു രംഗപ്രവേശമുണ്ട്. അതായത് ഫൈസൽ ബിൻ ഫാർമൻ എന്ന് പറയുന്ന അവിടുത്തെ വിദേശകാര്യമന്ത്രി ഇസ്രായേലിലേക്ക് വരുന്നു. വന്നിട്ട് ഈ സെറ്റിൽമെന്റ് കോളനി എന്ന് പറയുന്ന അധിനിവേശ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുന്നു. ഇതാദ്യമായിട്ടാണ് സൗദിയിലെ ഒരു വിദേശകാര്യമന്ത്രി വെസ്റ്റ് ബാങ്കിലേക്ക് സന്ദർശനം നടത്തുന്നത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എടുക്കുന്ന തീരുമാനത്തോട് ഏതാണ്ട് സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നു, അതിനോട് സഹകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അവിടുത്തെ പല ആശുപത്രികളും ഒഴിപ്പിക്കാനുള്ള നടപടികൾ നടത്തുന്നുണ്ട്. ഇപ്പം അൽ ഔദ എന്ന് പറയുന്ന അവിടുത്തെ അവസാനത്തെ ആശുപത്രി എന്ന് പറയാം, ഈ വടക്കൻ ഗാസയിലെ അവസാനത്തെ ആശുപത്രിയും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന രോഗികളെ തൊട്ടടുത്ത ഗാസ സിറ്റിയിലെ അൽ ഷിഫ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. രോഗികളെ മാറ്റി, ഓക്കെ, പക്ഷേ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ ആശുപത്രിയിലെ കട്ടിലുകൾ, മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഈ അൽ ഷിഫയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം റോഡ് കംപ്ലീറ്റ് തകർന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടത്തുന്നു. ഹമാസിനെ തീർക്കാനായിട്ട് ഇസ്രായേൽ വലിയ തോതിൽ റോക്കറ്റ് ആക്രമണം നടത്തുന്നു. ഏതാണ്ട് 1000-ഓളം പേർ അതിന് കൊല്ലപ്പെട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും കഴിഞ്ഞ 19-20 മാസത്തിനിടയിൽ കൊല്ലപ്പെട്ട ഇസ്രായേലി അല്ലെങ്കിൽ ഹമാസിൻ്റെ ആൾക്കാർ, ഇസ്രായേൽ ജനതയുടെ ആക്രമണം എന്നാണ് പറയുന്നത്, എന്തായാലും കൊല്ലപ്പെട്ട പലസ്തീൻകാർ അല്ലെങ്കിൽ ഹമാസുകാർ എന്ന് പറയുന്ന 54,000 വരും. പരിക്കേറ്റവരുടെ എണ്ണം 1.25 ലക്ഷം വരും. ഇനി കാണാതായ മിസ്സിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏതാണ്ട് 10,000 പേരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് ഇനിയും മുന്നോട്ട് പോകണ്ട. നിലവിൽ ഗാസയിൽ 23 ലക്ഷം ജനങ്ങളുണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത്. അതിൽ 10 ലക്ഷത്തോളം പേര് അഭയാർത്ഥികളായിട്ട് പോയി ഈ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ. അവശേഷിക്കുന്ന ആളുകളെ ഹമാസ് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചൊക്കെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട, കാരണം ഞങ്ങൾക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും തരുന്നത് ആരാണോ, അതായത് അതിജീവനത്തിന് ഞങ്ങളെ സഹായിക്കുന്ന ആരാണോ അവരെ ഞങ്ങൾ പിന്തുണയ്ക്കും. അങ്ങനെയാണെങ്കിൽ ദ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന ഇവർക്ക് നേരിട്ട് ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നു എന്ന് വന്നാൽ പിന്നെ ഹമാസിയുടെ പ്രസക്തിയില്ല. ഇത്രയും നാൾ ഹമാസ് ചെയ്തിരുന്നത് ഈ ട്രക്കുകളൊക്കെ തട്ടിയെടുക്കുന്നു, എന്നിട്ട് ഇതെല്ലാം തന്നെ മറിച്ച് വിൽക്കുന്നു കൂടുതൽ ലാഭത്തിന്. അപ്പോൾ പൈസയുള്ള പലസ്തീൻകാർക്ക് ഇത് കിട്ടും, പൈസ ഇല്ലാത്തവർ പട്ടിണി കിടക്കും. അങ്ങനെയാണ് പട്ടിണി വ്യാപകമാകുന്നു, കുട്ടികൾ പട്ടിണിക്ക് കിടക്കുന്നു എന്നൊക്കെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചത്. ഇതിനിടയ്ക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറയുന്നു ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം അവിടെ നടക്കുന്നു, അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്നു. നെതന്യാഹു പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വളരെ മോശം വാക്കുകളാണ്, അങ്ങനെയൊന്നും അല്ല സംഭവം. ഹമാസിൻ്റെ ക്രൂരമായ പ്രവൃത്തി കാരണം അവരെ ഞങ്ങൾക്ക് ആളുകളെ വിട്ടുതരണം. ഇപ്പം ഇസ്രായേൽ പറയുന്നത് എന്താ, ഞങ്ങൾ ഇവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടാൽ അവരുടെ 1236 തടവുകാരുണ്ട്, ബന്ദികൾ, അവരെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മാത്രമല്ല 150ഓളം പേരുടെ ഡെഡ് ബോഡികളുണ്ട്, അതും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഹമാസ് എന്തിനും തയ്യാറാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ കാറ്റ്സും പറയുന്നു. പക്ഷേ ആരാ പറയാത്തത്? ഹമാസ്. അപ്പോൾ ഹമാസ് വീണ്ടും പ്രകോപനത്തിന് പോകുന്നു. അങ്ങനെ ഇവിടെ ചിന്തിച്ചൂടെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഹമാസ് കുറേ കാലങ്ങളായി ഇസ്രായേൽ ജനതയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടാണ് എടുക്കുന്നത്. ബന്ദികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് വിട്ടുകൊടുക്കുന്നില്ല, അവരെയൊക്കെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. പലരും ഈ ബന്ധനത്തിൽ നിന്ന് മോചിതരായതിനു ശേഷം വന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മളെ തന്നെ വലിയ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കത് മുഴുവനായി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ കൊന്നതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ തിന്നാൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന വളരെ നീചമായ കാര്യങ്ങളാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹമാസിനെയാണ് പലരും അനുകൂലിക്കുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊക്കെ അല്ലേ ഭയങ്കരമായ, ഇപ്പോൾ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്വരാജ് പോലും ഹമാസിനെയൊക്കെ അനുകൂലിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്താലും നമ്മളവരെ പിന്തുണയ്ക്കുന്നതാണ് സ്വരാജ് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളെ വരെ മറ്റുള്ളവർക്ക് ആഹാരമായി കൊടുക്കുന്ന ഈ ഹമാസിനെയൊക്കെ എങ്ങനെ പിന്തുണയ്ക്കണമെന്നാണ് ഇവർ പറയുന്നതെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സൗദി രാജാവ് സ്വന്തം മകനെ ടെഹ്റാനിലേക്ക് അയച്ചിട്ടുണ്ട്. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ആണവ നിരായുധീകരണ കരാറുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ എത്രയും വേഗം ട്രംപ് നിലപാടിനനുസരിച്ച് ഇറാൻ ഒപ്പിടണം. പെസഷ്കിയാൻ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയോട് പറയുന്നു. കാരണം ട്രംപിന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ല. ഒറ്റ നിലയ്ക്ക് ഇറാൻ ഇത് ഒപ്പുവെച്ചില്ല എങ്കിൽ നിങ്ങളെ ആക്രമിച്ചുകളാം എന്നൊക്കെ തീരുമാനം എടുക്കും. അങ്ങനെ തീരുമാനമെടുത്താൽ ഇസ്രയേൽ പോയി ഇറാനെ ആക്രമിക്കാം. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് ഈ നിരായുധീകരണ കരാറുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ചില്ലെങ്കിൽ ഇസ്രയേൽ അമേരിക്ക പോലും അറിയാതെ നിങ്ങളെ ആക്രമിക്കാനും നിങ്ങളെ തകർത്ത് കളയാനും സാധ്യതയുണ്ട്. അപ്പം ഇസ്രയേൽ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട് ട്രംപിൽ നിന്ന് വേർപെട്ട് നിൽക്കുകയാണെങ്കിലും അവരുടെ ജൂതരാഷ്ട്രം എന്ന സങ്കല്പവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പറയുന്നു. അവരുടെ നിരായുധീകരണം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കൽ, ഈ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം ഇറാനെതിരെയും ചില മുന്നേറ്റങ്ങൾ നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. ചുരുക്കം പറഞ്ഞാൽ സൗദിയുടെ പിന്തുണയും ഇസ്രയേലിനുണ്ടാകുന്നു. അവർ പുതിയ ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നു. ലോകത്തിന് മുന്നിലുള്ള ലോകത്തെ ജൂതന്മാർക്ക്, ക്രൈസ്തവർക്കൊക്കെ തന്നെ ഏറെ സന്തോഷം നൽകുന്നതായിരിക്കും ഈ പുതിയ സെറ്റിൽമെന്റ് കോളനി നമുക്ക് പറയാം, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും.